എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഞാനുള്ളത് സ്കൈ ലോഫ്റ്റ് റിസോർട്ടിലാണുള്ളത്. കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞാൽ പാലക്കയം. ആ പ്രകൃതി ഭംഗിയും ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ ഇവിടെ. ഇതേ നോക്കിയേ, ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇത് കാഞ്ഞിരപ്പുഴയുടെ ഡാമാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇതാ ഈ സ്കൈ ലോഫ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറും വേറെ ലെവലാണ്. ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള സ്കൈ ലോഫ്റ്റ് റിസോർട്ട്. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് റൂംസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മുൻവശം എന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരണം. നമ്മൾ പാലക്കായം വഴി കയറി വരുന്ന സമയത്താണ് ഈ റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ നേരിന് അടുത്ത് പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ റൂംസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുകൾ മാറുന്നുണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗിക്ക് മാറ്റമുണ്ട്. ഈ റൂമിന്റെ വിൻഡോസ് ഓപ്പൺ ചെയ്താൽ കാണുന്ന ഒരു വ്യൂസ് ഉണ്ട് ഡാമിന്റെ. ആ പൂർണ്ണമായിട്ടും ഡാം എല്ലാ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. അത് നല്ലൊരു നമുക്കൊരു ഏർലി മോർണിംഗ് ഒക്കെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഒരു കോടമഞ്ഞും അതുപോലെ അവിടുത്തെ ഒരു ഫീല് ഭയങ്കര രസമായിട്ടത്. അത് നമ്മൾ അനുഭവിച്ചറിയാൻ വേണം. ഗ്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തിരുന്ന സമയത്ത് അത് മോർണിംഗ് കാണുന്ന ഒരു വ്യൂസ് അടിപൊളിയാണ്. എവിടേക്കാണ് നമുക്കൊരു വില്ല പോലെ തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് 4-5 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ പോലെയാണ് ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട്, ഒരു റൂം ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, അതുപോലെ കിച്ചൺ ഉണ്ട്. നമുക്ക് അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ ഈ റൂംസ് ബുക്ക് ചെയ്ത് എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സെപ്പറേറ്റ് റൂമുകൾ കാര്യങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ കുറച്ചേരം സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒത്തുകൂടാൻ പറ്റും. എന്നിട്ട് അവരുടെ റൂമിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു സൗകര്യമുണ്ട് ഇവിടെ. നമുക്ക് ഭക്ഷണം വെക്കാനും ഇവിടെ ഇരിക്കാനൊക്കെ നമുക്ക് നല്ല സൗകര്യമുണ്ട്. ഇതിന്റെ മുകളിലും നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം നേരത്തെ കണ്ട പോലെ തന്നെയാണ് എല്ലാ റൂംസും. നമുക്ക് വേറെ ഡൈനിങ് സ്പേസ് വരുന്ന റൂമുണ്ട്, അത് താഴെയാണ്. പുലി എവിടെ വാവേ? എവിടെ? ഇതാണോ പുലി? അയ്യോ, ഇതാണ് കുട്ടികളുടെ പുലി. ഇനിയിപ്പോ എന്തായാലും ഏകദേശം ഒരു ഈവനിങ് വൈബ് പിടിക്കാൻ വേണ്ടി അപ്പൊ എല്ലാവരും പൂളിൽ എത്തിയിട്ടുണ്ട്. ഇനി പൂളിൽ അർമ്മതിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഹലോ ഹലോ ഹലോ, എന്റെ നിലവിളി കേട്ടിട്ട് കുട്ടി ഇങ്ങനെ നോക്കണം. കല്ലു, എന്താണ് ഈ ചെങ്ങായി ഇങ്ങനെ നിലവിളിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ഈ വെള്ളക്കെടുന്ന് ഇങ്ങനെ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. അവള് കൂളായിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം. എന്തായാലും ഒരു കിടിലം വൈബാട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വേറെ ലെവല്, ഒന്നും പറയാനില്ല. അമ്മാതിരി വൈബ്. അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അർമാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കളിയും കുളിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടത്. ഇവിടെ വെള്ളത്തിൽ എനിക്ക് വെള്ളം അലർജിയാണ് അണ്ണാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജാക്കൻ റോസും കളിക്കുന്ന ബ്രിച്ചും കുടുംബസമേതം ഇറങ്ങിയിട്ടില്ല ഗിരീഷും കുടുംബമില്ലാത്ത ഞാനും വിഷ്ണുവും എല്ലാവരും അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വേറെ വെറൈറ്റി വൈബ് അണ്ണാ, ഒരു രക്ഷയില്ല. പൊളി പൊളി പൊളി. ഇപ്പൊ സമയം ഏകദേശം രാത്രി 12:17. ഞങ്ങള് പൂളിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഫുഡ് കഴിച്ച് കിടന്നിറങ്ങാൻ പോകാം. ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സോ ഞങ്ങള് എന്തെങ്കിലും ഗ്രൂപ്പിന്റെ വെച്ചോ. ഇപ്പൊ നമ്മള് രാത്രിക്ക് ശേഷം രാവിലെയും പൂളിലേക്ക് ഇറങ്ങി എല്ലാവരും. മോർണിംഗ് വൈബ് പൊളിയാണ് ഇവിടുത്തെ. അപ്പൊ രാവിലെ പൂളിൽ കളിച്ചിട്ട് ഇനി നേരെ പോകുന്നു ഭക്ഷണം കഴിക്കാൻ. ഈ ഭക്ഷണത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും.
അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്താണ്. അപ്പം എല്ലാവരും മോർണിംഗ് ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലെ ഇഡ്ഡലി, അങ്ങനെ കുറച്ച് ഇഡ്ഡലി, നൂലപ്പം, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഒരു 12 മണിയാകുമ്പോൾ ഔട്ടാവും.